ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. ഇന്ന് ഞാൻ വളരെയധികം എനിക്ക് കണ്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് തമ്പനയിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ടൈറ്റിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു പേപ്പർ കട്ടിങ് കാണുമോ. ഞാൻ ഇന്ന് രാവിലെയാണ്, ഇന്ന് ഓഗസ്റ്റ് 11 ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ഈ ഒരു ഒരു ന്യൂസിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കാണാനുണ്ടായത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വരിക, ആദ്യം ഇത് കാണുക. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്യുക, പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക എന്തുവാന്ന് കാര്യങ്ങൾ. നിങ്ങൾ എന്തായാലും ആ ന്യൂസ് റിപ്പോർട്ട് കണ്ടെന്ന് വിചാരിക്കും. ഒരാഴ്ച മുമ്പ് ഇതുപോലെ ഒരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഹെൽമെറ്റ് വെക്കുന്ന ഗോപ്രോ വെക്കുന്നവരാണോ ക്രിമിനൽസ് എന്നുള്ള ഒരു ചോദ്യം വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. കാരണം ന്യൂസ് മീഡിയാസിൻ്റെ അറ്റാക്കും കാര്യങ്ങളൊക്കെ റീസെൻ്റ് ആയിട്ട് നടന്ന ഇൻസിഡൻസിൻ്റെ പേര് നമുക്ക് ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ട ഈ ഒരു സംഭവം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഞെട്ടലാണ് ഉണ്ടാവുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറഞ്ഞെന്നാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഗോപ്രോ അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറാസ് നമ്മുടെ ഹെൽമെറ്റിൽ വെച്ചാൽ നമ്മുടെ ലൈസൻസ് റദ്ദാക്കാൻ അല്ലെങ്കിൽ ലൈസൻസ് കട്ടാക്കാൻ നടപടി വരും എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൻ 52 അങ്ങനെ എന്തോ കാര്യങ്ങളാണ് പറയുന്നത്. ആ ന്യൂസ് റിപ്പോർട്ടിനകത്തുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ എന്തോ റൂളാണ്, അത് റൂളായിരിക്കും. റൂൾ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. അത് എന്തോ നമ്മൾ ഓടിക്കുന്ന ആൾക്ക് ഡിസ്ട്രാക്ഷനാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപകടകരമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാത്തിൻ്റെ പേരിൽ എപ്പോഴും ഒരു സേഫ്റ്റി എന്നുള്ള കാര്യം എപ്പോഴും പറയുന്നുണ്ട്. അത് എല്ലാ കാര്യങ്ങൾക്കും ഉള്ളൊരു ന്യായവും കാര്യങ്ങളാണ്. സേഫ്റ്റി 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 എല്ലാത്തിനും പറയുന്നുണ്ട്. സേഫ്റ്റിയുടെ ഭാഗമാണ്. വളരെയധികം ഫൈന് വിട്ടിട്ട് സേഫ്റ്റിയുടെ ഭാഗമാണ് എല്ലാം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡിൽ ബാർസ് വെക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് അപകടകരമാണ് എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മൾ GST കൊടുത്ത് മേടിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഈ ഗോപ്രോ ആണെങ്കിലും നമ്മൾ GST കൊടുത്ത് മേടിക്കുന്ന, ടാക്സ് കൊടുത്ത് മേടിക്കുന്നതാണ്. എന്തോ 16% എന്തോ സെസ്സോ അതും ഇതൊക്കെ കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമാണ്, ഇന്ത്യയിൽ വിൽക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഗോപ്രോ ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഓക്കെ, ചിലപ്പോൾ നമുക്ക് ചെസ് മൗണ്ട് വെക്കായിരിക്കും, അല്ലെങ്കിൽ വണ്ടി ഒക്കെ ആയിരിക്കും, അതൊക്കെ ഓക്കെ ആയിരിക്കും. അതെനിക്ക് പറയുന്നതിന് പ്രശ്നമല്ല. പക്ഷേ ഒരു മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാനൊരു മോട്ടോ വ്ളോഗറാണ്, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നവരുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ അതൊരു പ്രൊഫഷനായിട്ട് കാണുന്നവരുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടല്ല ഇത് കാണുന്നത് യൂട്യൂബ്. ഞാനൊരു വേറൊരു ജോബിലോട്ട് തന്നെയാണ്, എൻ്റെ ഒരു കൂടെ കൊണ്ടുപോകാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ മെയിൻ ജോബായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മോട്ടോ വ്ളോഗേഴ്സ് തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇതാണ്. അല്ലെങ്കിൽ ഫുൾ ടൈം യൂട്യൂബേഴ്സായിട്ട് നടക്കുന്ന മോട്ടോ വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്ക് ഏറ്റവും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മോട്ടോ വ്ളോഗിങ് സെറ്റപ്പാണ്. നമ്മൾ ചിൻ മൗണ്ട് വെച്ചിട്ട് വേണ്ട ഇതുപോലെ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിന് മുന്നേ തൊട്ട് ഞാൻ ക്യാമറ ഹെൽമെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെ എനിക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഞാൻ ക്യാമറ വെച്ചുകൊണ്ട് എൻ്റെ ഡിസ്ട്രാക്ഷൻ പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെൽമെറ്റിൽ ഇപ്പോൾ ബ്ലൂടൂത്ത് ഇൻ്റർകോം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, സേന പോലത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് റൈഡേഴ്സായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഇത് നേരത്തെ നമ്മുടെ കാറിൽ ബ്ലൂടൂത്ത് ഫെസിലിറ്റി വെച്ച് സംസാരിച്ചാൽ ആൾക്കാർക്ക് ഡിസ്ട്രാക്ഷൻ വരും എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളാണ്. ഇതൊക്കെ റൂൾസിലുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനത്തെ ഉള്ള റൂൾസൊക്കെ മാറ്റേണ്ട ടൈമായി. ഇപ്പോൾ ഇത് എന്ത് രീതിയിലാണ് ഇത് കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇത് ഞാനും ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണം. ഇപ്പോൾ അപ്പോൾ ഇത്രയും നാൾ ഇപ്പോൾ ഈ ഹെൽമെറ്റ് ക്യാമറ വെച്ച് എല്ലാവരുടെയും ലൈസൻസ് കട്ടാക്കാൻ ആണോ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സീരിയസ്ലി പറഞ്ഞാൽ ആൾക്കാർക്ക് എന്ത് രീതിയിലാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഹെൽമെറ്റ് ക്യാമറ ഇല്ലാതെ എത്രയോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് എന്താണ് റിയലായിട്ട് നടക്കുന്ന ഇൻസിഡൻ്റ് എന്ന് അറിയാൻ പറ്റുന്നത് ഹെൽമെറ്റ് ക്യാമറ ഉള്ളതുകൊണ്ടല്ലേ. ഒരു പോലീസ് നമ്മളെ പിടിച്ചു ചെക്കിങ്ങിന്, അതൊരു അനാവശ്യ കാര്യമായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ നമ്മുടെ എല്ലാ ഭാഗത്തും ക്ലിയർ ആണ്, ബട്ട് പോലീസ് നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്നുണ്ടെങ്കിൽ ഒരു തെളിവ് നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മുടെ ക്യാമറ അല്ല, നമുക്ക് മൊബൈൽ എടുത്ത് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിച്ചെന്ന് വരുന്നില്ല. ഹെൽമെറ്റിലുള്ള ക്യാമറയിലായിരിക്കും അത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമ്മുടെ ഇൻഷുറൻസ് പർപ്പസിന് എല്ലാത്തിനും നമ്മുടെ ഹെൽമെറ്റിലുള്ള ഫുട്ടേജ് ആയിരിക്കും നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അല്ല. ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ചെസ് മൗണ്ട് വെച്ചിട്ട് വ്ളോഗ്, അപ്പോൾ ക്യാമറ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട്, അല്ല ക്യാമറ ഇവിടെ ചെസ് മൗണ്ട് വെച്ചിട്ട് മൈക്കൊക്കെ എടുത്ത് ഇവിടെ വെക്കും. എങ്ങനെയാണ് കേരളത്തിൽ വ്ളോഗ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയും നാൾ മോട്ടോ വ്ളോഗ് ചെയ്തവരുടെ എല്ലാം ലൈസൻസ് കട്ടാക്കുക, അത് അങ്ങനെയാണോ എനിക്കറിയത്തില്ല. ഞാൻ ന്യൂസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എന്ത് രീതിയിലാണ് ഇപ്പോൾ ഇതൊന്നും ഇതിനു മുമ്പും ഇല്ലായിരുന്നു. ഈ ആക്ഷൻ ക്യാമറയും കാര്യങ്ങളൊക്കെ
വർഷങ്ങളോളം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന കാര്യമല്ലേ. ഇപ്പോൾ എത്ര വർഷമായി ഗോപ്രോയുടെ തന്നെ എത്ര സീരീസ് ഇറങ്ങി. ഇപ്പം ഇതിന് മുമ്പ് ആൾക്കാർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അന്നൊന്നും ആർക്കും ഒരു പരാതി ഇല്ലായിരുന്നു. ഇപ്പം മാത്രം എന്താണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത്? അത് ചില ആൾക്കാർ ചെയ്തതിൻ്റെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരാൾ ചെയ്തു അല്ലെങ്കിൽ രണ്ടാൾ ചെയ്തു ഇതെന്ന് വെച്ചിട്ട് ഒരു ജനറലൈസ് ചെയ്ത് മറ്റുള്ളവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യും. ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ പ്രൊഫഷനാണ്, ഒരുപാട് ആൾക്കാരുടെ ജോലിയാണ്, ഒരുപാട് ആൾക്കാരുടെ വരുമാനമാണ് കളയാൻ പോകുന്നത്. മോട്ടോ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വരും. ഇപ്പം തന്നെ യൂട്യൂബ് എനിക്കറിയാവുന്ന കുറേ മോട്ടോ വ്ളോഗേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ, ഇപ്പം എനിക്കറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. യൂട്യൂബിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, മലയാളത്തിൽ മോട്ടോ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കേരള ബേസ്ഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഈ ന്യൂസ് റിപ്പോർട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ എത്രയ്ക്ക് വാലിഡിറ്റി എത്രയ്ക്കാണെന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീണ്ടും തിരുത്തുന്നതാണ്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. കാരണം ഈ ഒരു ഇഷ്യൂ ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് സംസാരിച്ചാണ്. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇങ്ങനെ ഒരു MPയുടെ ഭാഗത്തു നിന്ന് തന്നെ, നേരത്തെ നമുക്ക് ന്യൂസ് മീഡിയാസ് ആണെന്ന് പറയാം, MPയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം വരുമോ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ വരുമെന്ന്. സോ ഇതിനൊരു വ്യക്തമായ ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നിങ്ങൾക്ക് എന്നെ യോജിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എതിർത്തുകൊണ്ടോ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അതെല്ലാവർക്കും ഇവിടെ പറ്റുന്ന ഒരു കാര്യമാണ്. വിമർശിക്കുക, എന്ത് വേണേലും ചെയ്യാം. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഇനി ഒരു വീഡിയോ നമ്മുടെ കേരളത്തിൽ എനിക്ക് മോട്ടോ വ്ളോഗ് രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും മോട്ടോ വ്ളോഗ് ചെയ്യുന്നതാണ്. അതുകൂടെ തന്നെ പുതിയ വീഡിയോസ് വരുന്നതാണ്. ഞാൻ ഇപ്പം തന്നെ ഒരുപാട് വീഡിയോസ് ഡിലേ ആയിട്ടുണ്ട്. പല ഇഷ്യൂസിനകത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് നമ്മൾ പെൻഡിങ് ഡിലേ ആയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതാണ്. റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ അല്ല എടുത്തത് കേട്ടോ, തമിഴ്നാട്ടിലാണ് എടുത്തത്. ഇനി അതുപോലെ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. അതിനകത്ത് ഞാൻ എൻ്റെ റെഗുലർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം IDയിലാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്തില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.